നിന്നേക്കാളും വലിയൊരു ഭക്തൻ എനിക്കുണ്ടാവില്ല. നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. നാം നിനക്ക് ആശീർവാദം നൽകുക. നിന്റെ കാതുകളിൽ ഭക്തർ എന്ന് പറയുന്ന പരാതികളെല്ലാം തന്നെ നിശ്ചയമായും അവയിലേക്ക് തീരും. നായകനെ തമ്പുരാനെ വീരനുമാനെ ചെയ്തവരാണേ ധീരനാണേ. അപ്പം ഞങ്ങൾ ഓണാട്ടുകരക്കാരുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ഇന്ന് നടക്കാൻ പോണത്, നമ്മുടെ 28ാം ഓണം. അപ്പം നിങ്ങൾക്ക് പലർക്കും 28ാം ഓണത്തിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഇതെന്താണ്, നമുക്ക് ശരിക്കും ഓണത്തിനേക്കാളും ഭയങ്കരമായിട്ട് നമ്മൾ അടിച്ചു പൊളിക്കുന്നത് 28ാം ഓണത്തിനാണ്. 28ാം ഓണം എന്ന് പറയുമ്പോഴത്തേക്കും ഷാലിന് അറിയാം എന്താണ് 28ാം ഓണം? എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇവിടെ ഇൻട്രോ പറയാൻ വേണ്ടി പിടിച്ചിരുത്തിയിരിക്കുന്നത്. 28ാം അറിയത്തില്ല. ഇത് ശരിക്കും നമ്മുടെ അതിൻ്റെ ഒരു ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ പണ്ട് ഈ ഓണാട്ടുകാരക്കാർ മെയിൻലി ഇൻകത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഈ കൃഷിയായിരുന്നു. അപ്പം കൃഷിക്ക് അവരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കന്നുകാലികളല്ലേ. അപ്പം ഈ കന്നുകാലികളെ ഇവർ കുളിപ്പിച്ചൊരുക്കി ഓച്ചിറ പടനിലത്ത് അവിടെ ഓച്ചിറപ്പൻ്റെ മുന്നിൽ എത്തിക്കും. അങ്ങനത്തെ ഒരു സംഭവമാണ്. പിന്നെ അവർ അത് മാറ്റിയിട്ട് ഈ കൃഷിയിൽ നിന്നും കിട്ടുന്ന വൈക്കോലില്ലേ, ഈ നെല്ല് ഇത് പാഡിയുടെ അത് കച്ചി അത് ഉപയോഗിച്ചിട്ട് കാളെ കെട്ടാൻ തുടങ്ങി. കാളെ കെട്ടിച്ചെത്തിക്കും. ഇപ്പം മൊത്തം 52 കരകളുണ്ട്. 52 കരയിൽ നിന്ന് 100-ലേറെ കാളകളാണ് വരുന്നത്. നല്ല രസമാണ്. ഏറ്റവും ഉയരം കൂടിയ, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും ഉയരം കുറഞ്ഞായ കെട്ടുകാളകൾ നമ്മുടെ സ്വന്തം പടനിലത്തെ ഓച്ചിറയിലെ. ഇത് ശരിക്കും പറഞ്ഞാൽ നേർച്ച പോലെ അമ്പലത്തിൽ കൊണ്ടുവരുന്നത്. ഏറ്റവും കൂടിയ നീളം കൂടിയ വലിയ കാളയ്ക്ക് പ്രൈസ് ഒക്കെ ഉണ്ട്. പ്രൈസിൽ ഇപ്പൊ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടോ? ചുമ്മാ നമുക്ക് 2 രൂപ അതിനെ പറ്റി അറിയത്തില്ല. ഉണ്ടെന്നാ തോന്നുന്നു, അറിയത്തില്ല. നീളം കൂടിയനല്ലേ പണ്ട് ഈ ഏറ്റവും ഭംഗിയുള്ളതിന് 1ാം സമ്മാനം 2ാം സമ്മാനം 3ാം സമ്മാനം. ഇപ്പൊ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. ഏഷ്യയിലെ തന്നെ നമ്പർ 1 കാള. ഏഷ്യയിലല്ലേ, വേൾഡിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ കാളയും ഉയരം കുറഞ്ഞത് എത്ര 7 mm കാള അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ സ്വർണ്ണക്കാള, വെള്ളിക്കാള, പഞ്ചലോകത്തിന്റെ രീതിയിലുള്ള കാളുണ്ട്. അതെല്ലാം ഇവിടെ ഉണ്ട്. നല്ല രസമാണ്. ഇവിടെ ഫുൾ അടിപൊളിയാണ് 28ാം ഓണം. എനിക്കാണെങ്കിൽ അവിടെ ചെന്നിട്ട് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരിക്കും മേ ബി, കാരണം ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ ഈ തൃശ്ശൂർ പൂരം ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അതേ കൂട്ട് നമ്മുടെ ഇവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരക്കും ആൾക്കാരും വരണ, ശ്വാസം വിടാൻ പോലും സ്ഥലം കിട്ടുക. അപ്പൊ എനിക്ക് പറ്റുന്നത് പോലെ കുറച്ച് വീഡിയോസ് എടുക്കാം. പിന്നെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് അത്യാവശ്യം കാള ഇതിലെ കൂടെ പോകും. അപ്പം അതിന്റെ കുറച്ച് വീഡിയോസും കൂടെ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ നോക്കട്ടെ, ഓച്ചിറയിൽ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ അതിന്റെ എടുത്തിട്ട് ഒരു വ്ലോഗ് പോലെ ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ ഗൈസ്, ബൈ. അപ്പൊ നമുക്ക് 28ാം ഓണത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇൻട്രോ എനിക്ക് പറയാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് ഗോക്സിനെ കൂടെ പിടിച്ചിരുത്തി കുറച്ച് പറഞ്ഞത്. ഇങ്ങനെ മണ്ടത്തരങ്ങളുണ്ടെങ്കിൽ കൂടുതൽ അറിയാവുന്നവർ ക്ഷമിക്കേണ്ടതാണ്. അത് തന്നെ, നമുക്ക് അറിയാവുന്ന പോലെ കുറച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ വലുതായിട്ട് പറയാൻ വേണ്ടി നമുക്ക് അറിയത്തില്ല. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവരായിരിക്കണം. അപ്പം അവർക്ക് ഈ ഒരു വീഡിയോ വഴി അവർ കുറച്ചെങ്കിലും ഇതിനെപ്പറ്റി ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എടുത്തത്. ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, എനിക്കൊന്നും പറയാനും അറിയത്തില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. അവളുടെ വീടിന്റെ വാതിക്കേന്ന് നമുക്കിങ്ങനെ കാണാൻ പറ്റും കാള പോകുന്നത്. എത്ര എണ്ണമാന്ന് എനിക്ക് ഓർമ്മയില്ല, ഏകദേശം ഒരു 7-8 എണ്ണമെങ്കിലും നമ്മുടെ വീടിന്റെ വാതിക്കേ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ അമ്മച്ചിമാരെ ഈ ആന്റിമാരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ഇവരിത് വലിച്ചോണ്ട് അങ്ങ് ഓച്ചിറ അമ്പലം വരെ എത്തുന്നത്. ഞങ്ങൾ രാവിലെ ഒന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചീട്ട് കീറിയെന്ന് പറയല്ലോ, ആ ഒരു അവസ്ഥയായിരുന്നു. കാള പോവാൻ വേണ്ടിയിട്ടുള്ള തെങ്ങിന്റെ ഓലൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നു. തെങ്ങ് വെട്ടുന്ന കാര്യം തെങ്ങിപ്പം വെട്ടിയിടും. നമ്മുടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ കാണാം ഗൈസ്. തെങ്ങ് വെട്ടിക്കളഞ്ഞത് നമ്മുടെ 2 തെങ്ങ് മതിലിന് അങ്ങോട്ട് ചായഞ്ഞു കിടക്കുമായിരുന്നു. അപ്പൊ 2 വലിയ കാളയ്ക്ക് അതുവഴി പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ അടുത്ത് അവർ ചോദിച്ചിട്ട് അവർ തന്നെ അത് വെട്ടിക്കളയുമായിരുന്നു കേട്ടോ. നമ്മൾ പെർമിഷനൊക്കെ കൊടുത്തു, കാരണം നമ്മുടെ ഉത്സവമല്ലേ ഇത്. ഈ പോകുന്ന സംഭവം കണ്ടോ, എല്ലാവർക്കും ഇത് കാണുമ്പോൾ നൊസ്റ്റാൾജിയ അടിക്കുന്നുണ്ടോ? കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഇതൊരു മസ്റ്റ് ബൈ ഐറ്റമായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, ഓരോ കാള പോകുമ്പോഴും അതിന്റെ ഫ്രണ്ടില് ചെണ്ടമേളം അല്ലെങ്കിൽ ആസിഡ് ഡോള്
പിന്നെ മറ്റേ തമ്പോലം, അങ്ങനത്തെ പല പല പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു. കുറേ സംഭവങ്ങളൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പറ്റുന്നതുപോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ വീഡിയോയിൽ കാണുമ്പം ഇത് ചെറുതായിട്ട് തോന്നും നിങ്ങൾക്ക്, പക്ഷെ നേരിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു തലയുടെ പകുതി പോലും നമ്മളില്ല. ഉച്ചയ്ക്ക് പൊരി വെയിലത്ത് ഞങ്ങൾക്ക് പോകാൻ ഒട്ടും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ 4 പേര് ഒരു സന്ധ്യ തിരിഞ്ഞിട്ടാണ് അമ്പലത്തിലോട്ട് എത്തിയത്. നല്ലൊരു ഇടിക്കകത്ത് പെട്ട് ഞെരുങ്ങി തിരിഞ്ഞ് ഒരു മതിൽ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ 4 പേരും അവിടെ ചാടിക്കേറി അങ്ങിരുന്ന് എന്തൊക്കെയോ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവിടുത്തെ ബഹളം കാരണം നിങ്ങൾക്കൊന്നും കേൾക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ കാളയും നിങ്ങൾക്ക് കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഈ 28 ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസം ഉണ്ടല്ലോ, പിറ്റേന്ന് അന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ അമ്പലത്തിൽ കയറി നല്ല അടിപൊളിയായിരിക്കും. പിന്നെ രാത്രി പോകുന്നതും ഒരു വൈബ് തന്നെയാണ്. ഫ്രണ്ട്സായിട്ട് പോകുന്നത് വേറൊരു വൈബാണ്, ഫാമിലി ആയിട്ട് പോകുന്നതും വേറൊരു ഇതാണല്ലോ. ഇവിടെ നടക്കുന്നത് ഒരു മുട്ട ഇടിയാണ് കേട്ടോ. ഇടിയും വഴക്കും ചവിട്ടും തൊഴിയും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഈ രാത്രി പെൺപിള്ളേർ മാത്രം പോകുമ്പോൾ സൂക്ഷിച്ചൊക്കെ പോവുക, കാരണം മിക്ക ആണുങ്ങളും കള്ളും കുടിച്ച് ഇതൊക്കെ ആയിട്ട് നിൽക്കുമായിരിക്കും. അപ്പം നമ്മളെ കെയർ ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ്. വലിയ ഇടിക്കകത്തൊന്നും കയറാതെ ഒരു സൈഡിലൊക്കെ നിന്ന് കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. രാത്രി പോകുമ്പോൾ ഈ ഒരു ലൈറ്റ് എഫക്റ്റ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ ഡാൻസൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നൈറ്റ് പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ആമ്പിള്ളേരെന്തായാലും തകർത്ത് വരും. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് കുഴഞ്ഞൊരു പരുവായി. എൻ്റെയൊക്കെ ഫേസ് കണ്ടാൽ മനസ്സിലാവത്തില്ലേ. 28 ഓണം എന്താണെന്ന് അറിയാത്തവർ മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു അടിപൊളി പരിപാടിയാണ്. ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. പിന്നെ പകല് പോയി കാണുന്നതിനെക്കാട്ടിലും നല്ലത് രാത്രി പോകുന്നതാണ്. പക്ഷെ പിറ്റേന്ന് പോയി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാളയും വന്ന് നിരന്ന് നിൽക്കുന്ന കാണാൻ അതും ഒരു അടിപൊളിയാണ്.